എന്തായടാ? സർജറി നടക്കുക. അല്ല, ഗൗരിമോൾ എവിടെ? മോനെ, കുഞ്ഞെവിടെ? അവക്ക് വല്ലതും പറ്റിയോടാ? ഇല്ല, അവക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. കാഷ്വാലിറ്റിയിലുണ്ട്. അമ്മ വാ വാ. ഉറങ്ങിക്കോട്ടെ. ഓ, ഉണത്തണ്ട. ശരി. വൈഫിന് കാര്യമായ കുഴപ്പമൊന്നുമില്ല. MRI എടുത്തിട്ടുണ്ട്. വേറെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് ന്യൂറോ സർജൻ പറഞ്ഞത്. ചെറിയൊരു മയക്കമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും. എല്ലാം നോർമലാകും. തൽക്കാലം ഉണർത്തണ്ട. കുഞ്ഞിനെ മാറ്റേം വേണ്ട. ഓക്കെ. എടാ, ഏതാ പെണ്ണ്? നമ്മുടെ കുഞ്ഞിനെ എന്തിനാ അവളുടെ അടുത്ത് കിടത്തിയിരിക്കുന്നത്? ഞാൻ പോയി കുഞ്ഞിനെ ഇങ്ങ് എടുത്തോണ്ട് വന്നാലോ? എന്റെ ശിശിരെ, ഇങ്ങനെ മനസാക്ഷിയില്ല സംസാരിക്കില്ലേ? എന്റെ വണ്ടി ഇടിച്ചാ അവർക്ക് അപകടം പറ്റിയത്. അതിനെന്താ? അപകടം പറ്റിയെങ്കിൽ അവരെ ചികിത്സിക്കുന്നുണ്ടല്ലോ. അല്ലാതെ വഴിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പോന്നില്ലല്ലോ. എന്റെ അവസ്ഥ പറഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇന്നുവരെ എന്റെ കയ്യിൽ നിങ്ങളുടെ യാതൊരു അബദ്ധവും സംഭവിച്ചിട്ടില്ല. സമൃദ്ധയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നുള്ള വെപ്രാളത്തില് ഓവർ സ്പീഡിലാണ് വണ്ടി ഓടിച്ചത്. അതിനിടയിൽ ആ നശിച്ച ലോറി ഓവർടേക്ക് ചെയ്യുന്നതിനിടയിലാ എന്റെ വണ്ടി ആ പെൺകുട്ടിയെ ചെന്ന് ഇടിച്ചത്. എനിക്ക് സത്യം പറഞ്ഞ ഇപ്പോഴും വിറയിൽ അങ്ങോട്ട് മാറിയിട്ടില്ല. നീ വക്കീലല്ലേ? ഇത്തരം ഒരു സാഹചര്യം വന്നാ അതെങ്ങനെ നേരിടണമെന്ന് നിനക്കറിഞ്ഞൂടെ? അപകടം പറ്റിയ ആളിനെ നീ ഹോസ്പിറ്റലിൽ എത്തിച്ചല്ലോ. ഇനി പോലീസിനെ അറിയിക്കണം. ബാക്കി കാര്യങ്ങൾ അവര് നോക്കിക്കോളും. നീ സമൃദ്ധയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാ മതി. ഡോക്ടർ, ഏയ്, പേടിക്കാനൊന്നുമില്ല. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. ബിപിയിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ഏയ്, അതത്ര വലിയ പ്രശ്നമൊന്നുമല്ല. ഒബ്സർവേഷൻ റൂമിലേക്ക് ഉടൻ തന്നെ മാറ്റും. താങ്ക് യു ഡോക്ടർ. ആ, എല്ലാം ഓക്കെ ആവും. ഓക്കെ. വെയിറ്റ് ചെയ്യൂ, കുറച്ചു കഴിഞ്ഞ് കയറി കാണാം. ഡോക്ടർ, ഇതാരാണെന്ന് ഓർമ്മയുണ്ടോ?
ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കൂ. ഇതാരാണ്? തന്റെ ഹസ്ബൻഡ് അല്ലേ ഇത്? ഒന്നുകൂടി ഓർത്തു നോക്കൂ. എന്താ ഹസ്ബൻഡിന്റെ പേര്? ഈ നിൽക്കുന്ന ആരെങ്കിലും ഓർമ്മയുണ്ടോ? ഡോക്ടർ, ഒന്ന് വരൂ. ഡോക്ടർ, ഞാൻ ഇവരുടെ ഹസ്ബൻഡല്ല. എന്നെ ഇവർ മുമ്പ് കണ്ടിട്ട് പോലുമില്ല. ഇത് എൻ്റെ അമ്മയും ചേച്ചിയാ. അവരെയും ഇവർക്ക് പരിചയം ഉണ്ടാവില്ല. നിങ്ങളെ മാത്രമല്ല, അവർക്ക് ആരും ഓർമ്മയില്ല. നിങ്ങളൊന്ന് എന്റെ മുറിയിലേക്ക് വരൂ. ജെസി, ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യിപ്പിച്ചോ. ശരി ഡോക്ടർ. ആ, വരൂ. ഓ, രണ്ടുപേരും പുറത്തു നിൽക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. അല്ല, നമ്മുടെ കുഞ്ഞ് അമ്മയുടെ കൂടെ തന്നെ കിടന്നോട്ടെ. നിങ്ങൾ ചെല്ല്. അമ്മേ വന്നേ. എന്താ കുഞ്ഞമ്മയുടെ പേര്? മോളുടെ പേരെന്താ? ഒന്ന് ഓർത്ത് നോക്കേ. എന്താ കുഞ്ഞമ്മയുടെ പേര്?